ശ്രീ എം വിൻസെന്റ്. സാർ, കൈത്തറി ഉൽപ്പന്നങ്ങളുടെ വില അതിൻ്റെ മാർക്കറ്റിനെ വല്ലാതൊന്ന് ബാധിച്ചിട്ടുണ്ട് സാർ. സാർ, അത് മാർക്കറ്റ് ഉണർത്തുന്നതിന് വേണ്ടിയിട്ടാണ് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ അതിന് മാർക്കറ്റ് ഇൻസെൻറ്റീവ് കൊടുക്കുന്നത്. എന്നാൽ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ മാർക്കറ്റ് ഇൻസെൻറ്റീവ് അവർ പുനഃസ്ഥാപിച്ചെങ്കിലും നിർത്തലാക്കിയ സംസ്ഥാന സർക്കാരിൻ്റെ മാർക്കറ്റ് ഇൻസെൻറ്റീവ് പുനഃസ്ഥാപിച്ചിട്ടില്ല. അതുപോലെ തന്നെ നൂലിൻ്റെ സബ്സിഡി, അത് NHDCയുടെ സബ്സിഡി 10% നിന്ന് 15% വർദ്ധിപ്പിച്ചു. എന്നാൽ സ്റ്റേറ്റ് ഗവൺമെൻറ് സബ്സിഡി തീരുമാനിച്ചത് 2011-ലാണ്. ഇതുവരെയും അത് പരിഷ്കരിക്കുകയോ അത് കൂട്ടുകയോ ചെയ്തിട്ടില്ല. 40-ാം നമ്പർ നൂലിന് 25 രൂപയാണ് കിലോയ്ക്ക് കൊടുക്കുന്ന സബ്സിഡി. അത് വർദ്ധിപ്പിക്കാനും മാർക്കറ്റ് ഇൻസെൻറ്റീവ് ഏർപ്പെടുത്തുന്നതിനും വേണ്ടിയിട്ടുള്ള നടപടി സ്വീകരിക്കുമോ? മിനിസ്റ്റർ. കേരളമാണ് യഥാർത്ഥത്തിൽ ഒത്തിരിയേറെ പദ്ധതികൾ കൈത്തറി മേഖലയെ സംരക്ഷിക്കുന്നതിന് വേണ്ടി നടപ്പിലാക്കിയിട്ടുള്ളത്. കഴിഞ്ഞ വർഷം നമ്മൾ നടപ്പിലാക്കിയിട്ടുള്ള സ്കൂൾ യൂണിഫോം കഴിഞ്ഞ ഗവൺമെൻറ് സമയത്ത് അതാണ് അങ്ങേക്ക് അറിയാവുന്നതുപോലെ ഒരു ചലനാത്മകത ആ രംഗത്ത് സൃഷ്ടിച്ചിട്ടുള്ളത്. നമ്മുടെ പ്രധാനപ്പെട്ട പ്രശ്നം ഈ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പരുത്തിയുടെ വില വല്ലാതെ കൂടുന്നതോടുകൂടി നൂലിൻ്റെ വില മാർക്കറ്റിൽ ഇടിയുകയും ചെയ്യുന്നു, മാറ്റമുണ്ടാകുന്നില്ല. അതാണ് ഈ പ്രതിസന്ധിക്ക് കാരണം. അതിലിപ്പോൾ ഗവൺമെൻറ് പലതരത്തിലുള്ള സപ്പോർട്ടുകൾ ചെയ്യുന്നുണ്ട്. ബഹുമാനായ അംഗം പറഞ്ഞത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യാവുന്നതാണ്. എന്നാൽ അതിനേക്കാൾ കൂടുതൽ സാമ്പത്തികമായിട്ട് സപ്പോർട്ട് ഇപ്പോൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. മാർക്കറ്റിങ്ങിൻ്റെ കാര്യത്തിലും സംവിധാനങ്ങൾ ഏർപ്പെടുത്തുന്നുണ്ട്. നൂല് ലഭിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള പൊതു സംവിധാനമുണ്ട്. ഇപ്പോൾ കോട്ടൺ ബോർഡ് ഉൾപ്പെടെയുള്ള പുതിയ സംവിധാനങ്ങളിലൂടെ പരമാവധി സീസണിൽ ക്വാളിറ്റിയുള്ള കോട്ടൺ വില കുറഞ്ഞ് സംഭരിക്കാൻ കഴിയുമോ എന്ന ശ്രമം കൂടിയാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. സെക്കൻഡ് ക്വസ്റ്റ്യൻ. സാർ, അങ്ങയുടെ മറുപടിയിൽ പറഞ്ഞതുപോലെ ഏറെ സ്വാഗതം ചെയ്ത പദ്ധതിയാണ് സ്കൂൾ യൂണിഫോം കൈത്തറിയിലേക്ക് മാറ്റുന്നത്. ഇതിനെ തുടർന്ന് നെയ്ത്ത് തൊഴിലാളികൾ അവരുടെ കൈത്തറിയെല്ലാം സ്കൂൾ യൂണിഫോം നെയ്യുന്ന തരത്തിലേക്ക് പുനഃസംഘടിപ്പിക്കുകയുണ്ടായി. നല്ല പണം മുടക്കിയാണ് പുനഃസംഘടിപ്പിച്ചത്. അതിലിപ്പോൾ മറ്റ് തുണിത്തരങ്ങൾ നെയ്യാൻ നിവൃത്തിയില്ല. പക്ഷെ കഴിഞ്ഞ ഓണത്തിന് ശേഷം 3 മാസമാണ് നൂല് ഇവർക്ക് വിതരണം ചെയ്തിട്ടുള്ളത്. അതിനുശേഷം നൂല് വിതരണം മുടങ്ങിയിരിക്കുക. 6 മാസമായി കൈത്തറി യൂണിഫോം നെയ്തവരുടെ കൂലി മുടങ്ങിക്കിടക്കുകയാണ്. അപ്പോൾ നൂല് ഇപ്പോൾ ഓണസ് ആവാൻ പോവുകയാണ് സാർ. ഈ 2 മാസമെങ്കിലും കൃത്യമായി നൂല് കൊടുത്തില്ലെങ്കിൽ അവരുടെ ഓണക്കാലം വളരെ ദുരിതത്തിലാവും. അപ്പോൾ അതുകൊണ്ട് അടിയന്തരമായി നൂല് വിതരണം ചെയ്യാനും അവരുടെ കൂലി കുടിശ്ശിക നൽകുന്നതിനും വേണ്ടിയിട്ടുള്ള നടപടി സ്വീകരിക്കുമോ? മിനിസ്റ്റർ. സർക്കാർ സൗജന്യ കൈത്തറി സ്കൂൾ യൂണിഫോം പദ്ധതിയുമായി ബന്ധപ്പെട്ട് നമ്മളിപ്പോൾ ഇതുവരെ ഈ പദ്ധതി ആരംഭിച്ചതിന് ശേഷം നൽകിയിട്ടുള്ള പണത്തിൻ്റെ കണക്കുകളെല്ലാം തന്നെ എൻ്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. ഇപ്പോൾ ഡിസംബർ മാസം വരെയുള്ള കൂലിയാണ് നമ്മൾ വിതരണം ചെയ്തിട്ടുള്ളത്. അത് വിദ്യാഭ്യാസ വകുപ്പ് വഴി ലഭിക്കുന്ന പണം അത് കൈമാറിയിട്ടാണ് തൊഴിലാളികൾക്ക് നൽകിക്കൊണ്ടിരിക്കുന്നത്. ഇനിയിപ്പോൾ 18 കോടി രൂപ അനുവദിച്ച് നൽകാനുണ്ട്. അത് അടിയന്തരമായി തന്നെ നൽകുന്നതിന് നടപടികൾ 2 വകുപ്പും സ്വീകരിച്ചിട്ടുണ്ട്. ധനവകുപ്പിൽ നിന്ന് ലഭിക്കുന്ന മുറയ്ക്ക് അത് തൊഴിലാളികൾക്ക് നൽകുന്നതിനാവശ്യമായ നടപടി സ്വീകരിക്കും. നൂലിൻ്റെ വിലയിനത്തിൽ സ്പിന്നിംഗ് മില്ലുകൾക്ക് 5.64 കോടി രൂപ കൂടി അനുവദിച്ച് നൽകാനുണ്ട്. ഇതുവരെ 339.93 കോടി രൂപയാണ് ഈ പദ്ധതി ആരംഭിച്ചതിന് ശേഷം സർക്കാർ ഈ മേഖലയ്ക്കകത്ത് വിതരണം ചെയ്തിട്ടുള്ളത്.